ചെങ്കടൽ കരാർ പുനഃപരിശോധിക്കണമെന്ന് ഇസ്രായേൽ വീണ്ടും അമേരിക്കയോട് ആവശ്യപ്പെട്ടു. പല ഘട്ടങ്ങളിലും ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് അമേരിക്കയെ ഇസ്രായേൽ സമീപിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇസ്രായേൽ പറയുന്ന പ്രധാന കാരണം നേരിട്ട് കൊണ്ടും വ്യത്യസ്ത സമയങ്ങളിലും ഇസ്രായേലിനെ ആക്രമിക്കുന്ന ഒരേ രാജ്യം യമൻ മാത്രമാണ് ഇപ്പോൾ ഉള്ളത്. ഒറ്റപ്പെട്ട ആക്രമണം മാത്രമാണ് പല ഘട്ടങ്ങളിലും ഫലസ്തീനിൽ നിന്ന് അല്ലെങ്കിൽ ഗസയിൽ നിന്ന് വരാറുള്ളത്. അത് പരമാവധി പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് അയൺ ഡോം സംവിധാനത്തിന് സാധിക്കാറുണ്ട്. എന്നാൽ യമൻ അങ്ങനെയല്ല. യമൻ പല ഘട്ടങ്ങളിലും അപ്രതീക്ഷിതമായ ആക്രമണം നടത്തുന്നു. അതും ഹൈപ്പർസോണിക് മിസൈൽ ഉപയോഗിച്ചുകൊണ്ട് ആക്രമണം നടത്തുന്നു എന്നതിനാൽ ചില ഘട്ടങ്ങളിൽ നിന്നും പ്രതിരോധിക്കാൻ വേണ്ടി സാധിക്കുന്നില്ല. പ്രതിരോധ കാര്യങ്ങളൊക്കെ ഇസ്രായേൽ പറയുന്നുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ പ്രതിരോധിക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. തന്ത്രപ്രധാന മേഖല കേന്ദ്രീകരിച്ചുകൊണ്ടാണ് അവർ ആക്രമണം നടത്തുന്നത്. അതിൽ 2 or 3 മിസൈലുകളൊക്കെ വിടുകയാണെങ്കിൽ ഒരുപക്ഷെ 1, 2 പ്രതിരോധിക്കാൻ വേണ്ടി സാധിക്കും. മൂന്നാമതൊരെണ്ണം ദേശത്ത് വീഴുന്നുണ്ട്, നാശനഷ്ടങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് എന്നതിനാൽ തങ്ങൾക്ക് പെട്ടെന്ന് അപ്രതീക്ഷിതമായിരിക്കുന്ന ഒരു ആക്രമണത്തെ പ്രതിരോധിക്കാനോ അതിനെ സൈറൺ മുഴക്കിക്കൊണ്ട് ജനങ്ങളെ വിവരം അറിയിക്കാനോ ചില ഘട്ടങ്ങളിൽ സാധിക്കാറില്ല. ആയതിനാൽ ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് വലിയ സുരക്ഷാ സംവിധാനം അമേരിക്ക ഒരുക്കണം എന്നുള്ളതാണ്. ചെങ്കടലിൽ 24 മണിക്കൂറും നിരീക്ഷണമായിരുന്നു യഥാർത്ഥത്തിൽ ഒരു വർഷത്തിലധികമായി അമേരിക്കയുടെ സൈനികർ ഈ കേന്ദ്രങ്ങൾ നടത്തിയിരുന്നത്. ആ സമയത്തെല്ലാം യമനുമായിട്ട് വലിയ രീതിയിൽ കൊമ്പ് കോർക്കുകയും അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രമണം നടത്തുകയും പ്രതിരോധിക്കുകയും അങ്ങനത്തെ കുറേ വിഷയങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ബ്രിട്ടനോ അതോ ആ സമയത്തൊക്കെ അമേരിക്കക്ക് അനുകൂലമായിട്ട് നിലപാടെടുത്തുകൊണ്ട് അമേരിക്കയെ സഹായിക്കുകയും ചെയ്തിരുന്നു. ഇപ്പോൾ അവർ മാറി. ആ മാറുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു കരാർ വ്യവസ്ഥ ആദ്യഘട്ടത്തിൽ തന്നെ ബ്രിട്ടൻ അമേരിക്കയുമായിട്ട് ബന്ധപ്പെട്ട് ഉടക്കി പിരിഞ്ഞു. ഞങ്ങൾ ഈ പരിപാടിക്കില്ല, ഇത് നമുക്ക് നാശങ്ങളും നഷ്ടങ്ങളും മാത്രമേ ഉള്ളൂ. കാര്യം അമേരിക്കയും ബ്രിട്ടനും സംയുക്തമായ രീതിയിൽ 15 തവണയെങ്കിലും യമനെ ആക്രമിച്ചിട്ടുണ്ട് എന്നുള്ള വലിയ നാശനഷ്ടങ്ങളൊക്കെ യമൻ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ശക്തമായിരിക്കുന്ന തിരിച്ചടിയിൽ അവരുടെ പ്രതിരോധ സംവിധാനം തകർന്നിട്ടുണ്ട്, കപ്പൽ തകർന്നിട്ടുണ്ട്, തകർന്ന് കടലിൽ മുങ്ങിയിട്ടുണ്ട്, വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. യുദ്ധക്കപ്പലുകൾ തകർന്ന വിവരങ്ങളൊക്കെ ബ്രിട്ടൻ തന്നെ പുറത്തു വിടുകയും ചെയ്തിട്ടുണ്ട്. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഏറെക്കുറെ അവർക്കും വലിയ നാശങ്ങളും നഷ്ടങ്ങളും ഉണ്ടായി. പ്രതീക്ഷിച്ച രീതിയിലല്ല യമന്റെ തിരിച്ചടി എന്നതിനാൽ അവർക്ക് വലിയ മുറിവേറ്റിട്ടുണ്ട് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം. അങ്ങനെയാണ് ഈ മേഖലയിൽ പിടിച്ചു നിൽക്കാൻ സാധിക്കില്ല എന്ന് ഉറപ്പായി. പക്ഷേ എന്തുണ്ടാവണം, ഈ മേഖലയിലൂടെ തങ്ങളുടെ കപ്പൽ സഞ്ചാരപാത പോലും നിന്നു പോകുന്ന ഒരു പ്രത്യേക സാഹചര്യം ഉണ്ടായപ്പോഴാണ് അവര് ഒമാന്റെ നേതൃത്വത്തിൽ ഒരു മധ്യസ്ഥ ചർച്ച ഉണ്ടാക്കുന്നത്. മധ്യസ്ഥ കരാർ ഉണ്ടാക്കിക്കൊണ്ട് അവരെന്ത് ചെയ്തു, തൽക്കാലത്തേക്ക് ആ വെടിനിർത്തൽ ഉണ്ടാക്കി. ആ വെടിനിർത്തൽ പറയുന്ന കാര്യങ്ങൾ 2 കാര്യം പ്രധാനമായിട്ട് പറയുന്നുള്ളൂ. ഒന്ന്, ചെങ്കടലിലൂടെ അമേരിക്കയുടെ കപ്പൽ പോകുന്ന സമയത്ത് ആക്രമിക്കാൻ പാടില്ല. പകരം എന്ത് ചെയ്യും, അമേരിക്കയുടെ സൈനികർ അല്ലെങ്കിൽ അമേരിക്കയുടെ വ്യോമാക്രമണം യമന്റെ രാജ്യത്ത് ഉണ്ടാവുകയില്ല. ഇതാണ് പ്രധാന കാരണങ്ങൾ. അത് പിന്നീട് അതുമായി ബന്ധപ്പെട്ട കുറച്ച് വിശദീകരണങ്ങളും പിന്നെ പാലിക്കേണ്ട കുറച്ച് മര്യാദ കാര്യങ്ങളൊക്കെ അതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പറയുന്നുണ്ട്. ഈ 2 വിഷയങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കരാർ വ്യവസ്ഥ പ്രകാരം അംഗീകരിച്ചതോടുകൂടി ചെങ്കടലിൽ വലിയ തലവേദന അമേരിക്ക കൊഴിഞ്ഞു കിട്ടി. അവിടെ കപ്പൽ അവിടുന്ന് പിൻവലിച്ചു. ഹാരിസ് ട്രൂമാനൊക്കെ എന്ന് വെച്ചാൽ നടുവൊടിഞ്ഞിട്ട് കടലിൽ മുങ്ങിപ്പോയിട്ടുണ്ട് എന്നാണ് ഒരു റിപ്പോർട്ട് പറയുന്നത്. മറ്റൊരു റിപ്പോർട്ട് പറയുന്നത് ചലിക്കാൻ പറ്റാത്ത വിധം തകർന്നിരിക്കുന്നു, അങ്ങനെ അതിനെ മറ്റൊരു രാജ്യത്തേക്കോ മറ്റൊരു പ്രദേശത്തേക്കോ കൊണ്ടുപോവുകയാണ് ചെയ്തത് എന്ന് പറയുന്നു. അറ്റകുറ്റപ്പണികൾ എടുക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ പാകത്തിലുള്ള രീതിയല്ല ഹാരിസ് ട്രൂമാൻ എന്ന കപ്പൽ ഉണ്ടായത്. ആ ശക്തമായിരിക്കുന്ന ആക്രമണം യമന്റെ ഭാഗത്ത് ഉണ്ടായതോട് കൂടിയിട്ടാണ് അത് പ്രതിരോധ സംവിധാനം തകർന്നുകൊണ്ട് അമേരിക്കയുടെ ഏറ്റവും വലിയ യുദ്ധക്കപ്പലും പടക്കപ്പലിലും ഒന്നാണ് ഹാരിസ് ട്രൂമാൻ എന്നാണ് പറയുന്നത്. ആ കപ്പലിന് ഇത്രയേറെ മുറിവേറ്റത്. ഇതെല്ലാം കൂടെ ഉണ്ടായ സമയത്താണ് അമേരിക്കയിലും വലിയ പ്രതിഷേധം ഉണ്ടായി. നിങ്ങൾ ചെങ്കടൽ എന്തെടുക്കുക എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ചില റിപ്പോർട്ടുകളൊക്കെ അന്ന് പുറത്തു വന്നിരുന്നു. എന്താ നിങ്ങൾക്ക് അവിടെ പണി, നിങ്ങൾ കൃഷി മുതലക്കുകയാണോ അല്ലെങ്കിൽ കൃഷി ഇറക്കുകയാണെങ്കിൽ ഇപ്പോഴേക്ക് അതിൻ്റെ വിളവെടുക്കാനുള്ള സമയമല്ലോ, ഒന്നും കേൾക്കുന്നില്ലല്ലോ, നഷ്ടത്തിൻ്റെയും നാശത്തിൻ്റെയും കഥകൾ മാത്രമേ കേൾക്കുന്നുള്ളൂ. ഇറാഖ് യുദ്ധത്തിന് ശേഷം ഏത് മേഖലയിൽ ഇടപെട്ടാലും അമേരിക്കയുടെ സ്ഥിതി ഇങ്ങനെയൊക്കെ തന്നെയാണല്ലോ. അങ്ങനെ തുടങ്ങിയിട്ട് അമേരിക്കയുടെ പ്രസിഡന്റിനെയും സർക്കാരിനെയും രൂക്ഷമായ രീതിയിൽ എതിർക്കുന്ന തരത്തിലുള്ള കാർട്ടൂണുകളും പ്രതിഷേധ കൂട്ടായ്മകളും സംവിധാനങ്ങളൊക്കെ അവിടെ വന്നതോടുകൂടി തലവേദനയായി. ഈ സൈനികരെ സംബന്ധിച്ചിടത്തോളം അവർക്കും ഒരു വിജയിക്കാത്ത യുദ്ധത്തിന് മുൻപിലാണ് തങ്ങൾ നിൽക്കുന്നത് എന്നൊരു ബോധ്യം അവർക്കുണ്ടായി. അതോടുകൂടി വലിയ പ്രശ്നങ്ങളായി. അങ്ങനെയാണ് ഇങ്ങനെ കരാർ വ്യവസ്ഥയൊക്കെ ഉണ്ടാക്കുന്നത്. കരാർ വ്യവസ്ഥ ഉണ്ടാക്കിയതോട് കൂടിയിട്ട് പിന്നെ അവർക്ക് അല്പം ആശ്വാസം ഉണ്ടായി, നിങ്ങൾ ഇങ്ങോട്ട് ആക്രമിക്കില്ലല്ലോ എന്നുള്ളത്. അങ്ങനെ നിൽക്കുന്ന സമയത്താണ് പിന്നീട് എന്തുണ്ടായി, യമനെ സംബന്ധിച്ചിടത്തോളം കരാർ വ്യവസ്ഥ പാലിച്ചു, അത് ക്ലിയർ ആക്കി, അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തീരുമാനമൊക്കെ ആയി. പിന്നീട് യമൻ നേരിട്ട് കൊണ്ട് ഇസ്രായേലിനെ ആക്രമിക്കാൻ തുടങ്ങി എന്നല്ല,
ആക്രമിക്കുന്ന രീതിക്ക് മാറ്റം വരുത്തിക്കൊണ്ട് ആദ്യത്തെ അപേക്ഷിച്ച് കൂടുതൽ ആക്രമണം നടത്താൻ തുടങ്ങി. ഇറാൻ ഇസ്രായേൽ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് അതിന്റെ മധ്യേ ഏകദേശം 12-ാം തീയതി യുദ്ധം ആരംഭിച്ചു. 25-ാം തീയതി യുദ്ധം അവസാനിക്കുന്ന ഏകദേശം മധ്യഘട്ടമായ സമയത്ത് ഇറാനോടൊപ്പം തന്നെ യമനും ഇസ്രായേലിനെ ആക്രമിച്ചിട്ടുണ്ട്. അത് യമനും ഇസ്രായേൽ സ്ഥിരീകരിച്ച കാര്യമാണ്. അപ്രതീക്ഷിതമായിരിക്കുന്ന ആക്രമണമൊക്കെ യമന്റെ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ട് അവർ പറഞ്ഞു. പക്ഷേ യമനുമായി നേരിട്ട് രൂക്ഷമായിരിക്കുന്ന യുദ്ധം നടക്കുന്നതിനിടയിൽ ഇറാനുമായി നേരിട്ട് കൊണ്ട് രൂക്ഷമായിരിക്കുന്ന യുദ്ധം നടക്കുന്നതിനിടയിൽ യമൻ ആക്രമിക്കാൻ വേണ്ടി ഇസ്രായേലിന് സമയം കിട്ടാതെ പോയി, ശ്രദ്ധിക്കാൻ പറ്റാതെ പോയി. ശ്രദ്ധിക്കാൻ പറ്റില്ലെന്ന് മനസ്സിലാക്കിയിരിക്കുന്ന യമന് ശക്തമായിരിക്കുന്ന ആക്രമണം നടത്തിക്കൊണ്ട് പരമാവധി നാശം ഉണ്ടാക്കുകയും ചെയ്തു. ഇങ്ങനെ അതിൻ്റെ രീതികൾ. ഇപ്പോഴത്തെ സ്ഥിതി അവർ പറയുന്നത് തങ്ങളുടെ തുറമുഖ നഗരങ്ങളും തുറമുഖ പ്രദേശങ്ങളും തീരെ സുരക്ഷിതമല്ല. ആ മേഖല പ്രവർത്തിച്ചുകൊണ്ട് ലളിതമായ രീതിയിൽ പ്രവർത്തിക്കുന്നു. പല കപ്പലുകളും തങ്ങളുടെ തുറമുഖം കേന്ദ്രീകരിച്ച് ഇപ്പോൾ എത്തുന്നില്ല. ഈ യമന്റെ ആക്രമണം അപ്രതീക്ഷിതമായിരിക്കുന്ന ആക്രമണം ഉണ്ടാകുന്നത് എന്നതിനാൽ കപ്പൽ മുതലാളിമാർക്ക് അല്ലെങ്കിൽ കപ്പലിന്റെ ഉടമസ്ഥർക്ക് വലിയ ധൈര്യക്കുറവുണ്ട്, വലിയ ഭയപ്പാടുണ്ട്. ഞങ്ങൾ ഇന്ന് മാറി നിൽക്കുന്നു. അതുകൊണ്ട് വേണ്ട വിധം മുൻപുള്ളതിനെ അപേക്ഷിച്ചുകൊണ്ട് 25% പോലും വസ്തുക്കൾ ഇറങ്ങുകയോ കയറുകയോ ചെയ്യുന്നില്ല. കയറ്റുമതി ഇറക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നിന്ന് പോയിരിക്കുന്നു എന്ന് ചുരുക്കം. ഹൈഫ തുറമുഖത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് 3 തുറമുഖമാണ് പ്രധാനമായ രീതിയിൽ ഇസ്രായേൽ ഉള്ളത്. ആ 3 തുറമുഖത്തെയും വല്ലാത്ത രീതിയിൽ ഈ യുദ്ധം ബാധിച്ചിട്ടുണ്ട് എന്ന് ഇസ്രായേൽ സമ്മതിക്കുന്നു. ഹൈഫ തുറമുഖം, അഗ്ദോദ് തുറമുഖം, എയ്ലാത്ത് തുറമുഖം. ഏറ്റവും കൂടുതൽ കപ്പലുകൾ വരുന്നത് ഹൈഫ തുറമുഖം കേന്ദ്രീകരിച്ചുകൊണ്ടാണ്. അറബ് രാജ്യങ്ങളുമായിട്ട് ഏറ്റവും കൂടുതൽ അടുത്ത പ്രദേശം ഹൈഫ തുറമുഖമാണ് എന്നതിനാൽ ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ടാണ് കൂടുതൽ കപ്പലുകളൊക്കെ വന്നു പോകുന്നത്. ഈ മേഖല ഇപ്പോൾ ഏറെക്കുറെ ശൂന്യമായിരിക്കുന്ന ഒരു സ്ഥിതിയാണ്. കാരണം എന്ന് പറയുന്നത് ഇവരുടെ അക്രമമാണ്. ഈ അക്രമത്തെ പ്രതിരോധിക്കാനോ മുൻകൂട്ടി മനസ്സിലാക്കാനോ ഏത് സമയത്താണ് എന്ന് നിരീക്ഷിക്കാനോ ഒന്നും ഇസ്രായേൽ സാധിക്കാത്ത വിധം അവർ ഒടിഞ്ഞു പോയിരിക്കുന്നു എന്ന് ചുരുക്കം. അതോടൊപ്പം തന്നെ ബെൻഗൂരിയൻ എയർപോർട്ട് ഇസ്രായേൽ ഏറ്റവും വലിയ അന്താരാഷ്ട്ര എയർപോർട്ടാണ്. ഏറ്റവും കൂടുതൽ വിമാനങ്ങൾ ഇറങ്ങുകയും കയറുകയും ചെയ്യുന്ന എയർപോർട്ടാണ് ബെൻഗൂരിയൻ എയർപോർട്ട് എന്ന് പറയുന്നത്. ബെൻഗൂരിയൻ എയർപോർട്ടിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഡസൻ കണക്കിന് അക്രമമാണ് യമന്റെ ഭാഗത്തുനിന്നുണ്ടായത്. ഏറ്റവും ഒടുവിലുള്ള അക്രമത്തിൽ തൊട്ടടുത്ത എയർപോർട്ടിനോട് തൊട്ട് ചേർന്നുകൊണ്ടാണ് മിസൈൽ പതിച്ചത്, മിസൈൽ പൊട്ടിത്തെറിച്ചത്. ഏകദേശം 6 മീറ്ററോളം താഴ്ചയിൽ ഭൂമി തുറന്നുകൊണ്ട് ആ മിസൈൽ പോയിട്ടുണ്ട് എന്നുള്ളതാണ്. എയർപോർട്ടിൻ്റെ ഒരു ഭാഗം തകർന്ന് കത്തുന്നതും പിന്നീട് അത് ഈ തീപിടുത്തങ്ങളൊക്കെ കെടുത്തുന്നതായിട്ട് ബന്ധപ്പെട്ട വീഡിയോകളൊക്കെ ആ സമയത്ത് പുറത്ത് വിട്ടതാണ്, പ്രദർശിച്ചതാണ്. ഇപ്പോൾ അവർ പറയുന്ന കാര്യം ബെൻഗൂരിയൻ എയർപോർട്ട്, റാമോൻ എയർപോർട്ട്, ഹൈഫ എയർപോർട്ട്, ഈ 3 എയർപോർട്ടും ഈ വലിയ രീതിയിൽ അവരുടെ ആക്രമണത്തിന് വിധേയമാവാൻ സാധ്യതയുള്ള എയർപോർട്ടുകളാണ്. അപ്പോൾ എയർപോർട്ടും അങ്ങനെ, തുറമുഖങ്ങളും അങ്ങനെ. തങ്ങളുടെ സുരക്ഷിതവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിലും സാമ്പത്തിക മേഖലയൊക്കെ സാരമായിട്ട് ബാധിക്കുന്നിടത്തേക്ക് ഈ വിഷയങ്ങൾ എത്തിയിട്ടുണ്ട് എന്നാണ് ഇസ്രായേൽ പറയുന്നത്. ഇസ്രായേൽ എന്നിട്ട് പറയുന്ന കാര്യം ഇങ്ങനെയാണ്: അമേരിക്കയോട് കരാർ വ്യവസ്ഥ റദ്ദാക്കിയാൽ, ഇത് ആദ്യം പറഞ്ഞതൊന്നല്ല, ഒരുപാട് പ്രാവശ്യം പറഞ്ഞതാണ്, വീണ്ടും ആവർത്തിച്ചുകൊണ്ടാണ് പറയുന്നത്. റദ്ദാക്കി കഴിഞ്ഞാൽ പിന്നീട് അമേരിക്കയുടെ നിരീക്ഷണം ചെങ്കടലും കേന്ദ്രീകരിച്ചുണ്ടാവും. ചെങ്കടൽ കേന്ദ്രീകരിച്ചുകൊണ്ട് അല്ലെങ്കിൽ ചെങ്കടലിന്റെ ആകാശം ഉപയോഗിച്ചുകൊണ്ടാണ് ഇസ്രായേലിനെ ആക്രമിക്കുന്നത് എന്ന് ഇതിന് മുമ്പ് തന്നെ റിപ്പോർട്ടായിട്ട് പുറത്തു വന്നതാണ്. അപ്പോൾ ഇപ്പോൾ 2 രീതി ഇസ്രായേൽ പറയുന്നുണ്ട്. അതിലൊന്ന്, മുൻപൊക്കെ യമൻ ചെയ്യാറുള്ളത് ഈ കപ്പലിനെ ആക്രമിക്കുന്ന രീതി മാത്രമായിരുന്നു. ആക്രമണത്തിനെ പ്രതിരോധിക്കാൻ വേണ്ടി സാധിക്കുകയാണെങ്കിൽ രക്ഷപ്പെട്ടുകൊണ്ട് അത് ലക്ഷ്യത്തിലേക്ക് എത്തും. കൂടുതൽ ഇപ്പോഴത്തെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ അവശ്യ വസ്തുക്കളുമായിട്ട് ഇസ്രായേലിലേക്ക് വരുന്ന കപ്പലാണ് കൂടുതലും. അതൊക്കെ യൂറോപ്യൻ കപ്പലുമാണ്. ആ കപ്പലിന്റെ രീതിക്ക് അവർ മാറ്റം വരുത്തി. ആക്രമണ രീതികൾക്കും സ്വഭാവത്തിനൊക്കെ വലിയ മാറ്റം വരുത്തി. ഇപ്പോൾ അവർ പറയുന്നു, ആക്രമിച്ചുകൊണ്ട് തകർത്ത് കടലിൽ താഴ്ത്തുക എന്നൊരു രീതിയാണ് ഇപ്പോൾ യമൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മാത്രവുമല്ല, മുൻപത്തതിനെ അപേക്ഷിച്ചുകൊണ്ട് ജീവനക്കാരെ തട്ടിക്കൊണ്ടുപോയി വിലപേശുന്ന ഒരു പ്രവൃത്തി നടത്തുന്നു. അങ്ങനെ വരുന്ന സമയത്ത് ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു കപ്പൽ പോലും പോകാൻ വേണ്ടിയിട്ട് താല്പര്യം കാണിക്കുന്നില്ല, അല്ലെങ്കിൽ ആ മേഖല മുഴുവൻ തന്നെ ഒഴിവാക്കുന്ന ഒരു സാഹചര്യങ്ങളാണ് നിലനിൽക്കുന്നത്. ഇപ്പോൾ ഇസ്രായേലിന്റെ കപ്പൽ ഏതായാലും ഈ മേഖലയിലൂടെ അവർ ഇപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ അങ്ങോട്ട് പോകാൻ വേണ്ടി സമ്മതിക്കില്ല എന്ന് ഉറപ്പാണ്. പക്ഷേ മറ്റ് യൂറോപ്യൻ കപ്പലുകളിലും അമേരിക്കയുടെ ഐക്യനാടുകളിലെ കപ്പലുകളൊക്കെ വരാറുണ്ടായിരുന്നു. അതൊക്കെ പല ഘട്ടങ്ങളിലും വരാറുള്ളത് ഇസ്രായേലിലേക്ക് വേണ്ടിയിട്ടാണ്. ചെങ്കടലിൽ കടന്ന് തൊട്ടടുത്ത പ്രദേശത്തേക്ക് കയറിയിട്ട് ഇസ്രായേലിൽ കയറാൻ വേണ്ടി അവർക്ക് സാധിക്കും. ആ രീതിയിലാണ് വരാറുണ്ടായിരുന്നത്. എന്നാൽ ആ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് അവർ കൃത്യമായ രീതിയിൽ പരിശോധന നടത്തുകയും രഹസ്യ നിരീക്ഷണം നടത്തുകയും അതോടൊപ്പം തന്നെ കപ്പലിലേക്ക് ഹെലികോപ്റ്റർ വഴി പറന്നിറങ്ങിക്കൊണ്ട് അവരുടെ ഈ രജിസ്ട്രേഷൻ സംബന്ധമായിരിക്കുന്ന കാര്യങ്ങൾ പരിശോധന നടത്തുകയും അതിലെ പ്രൊഡക്റ്റുകൾ എന്തൊക്കെയുണ്ട്, എങ്ങോട്ട് പോകുന്നുണ്ട്, എവിടുന്ന് വരുന്നുണ്ട്, എത്ര ജീവനക്കാരുണ്ട്, കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കി കഴിഞ്ഞാൽ അവർ അവിടെ നിന്ന് പുറത്തു പോയിട്ട് പിന്നീട്
ഈ കപ്പലിനെ ആക്രമിച്ച് തകർക്കുന്നതാണ് കാണാൻ വേണ്ടി സാധിക്കുന്നത്. പരമാവധി ബന്ദികളായിട്ട് ജീവനക്കാരെ പിടിച്ചു കൊണ്ടുപോകുന്ന രീതി, ഇതെല്ലാം കൂടി ഉണ്ടാകുന്നതിന്റെ പ്രധാനമായിരിക്കുന്ന കാരണം അവർ പറയുന്നത് ചെങ്കടൽ കേന്ദ്രീകരിച്ചുകൊണ്ട് അമേരിക്കയുടെ സൈനികർ പിന്മാറിയതാണ്. അതുകൊണ്ട് അതിൽ മാറ്റം വരുത്തണം. എന്ത് ചെയ്യണം? അവിടെ വീണ്ടും പുനഃപരിശോധിക്കണം, അവിടെ ഈ നിലനിൽക്കണം എന്നതാണ്. നിലനിൽക്കണം എന്ത് ചെയ്യണം? ഈ കരാർ വ്യവസ്ഥ അവസാനിക്കണം. കരാർ വ്യവസ്ഥ ഒരിക്കലും യമൻ അവസാനിപ്പിക്കില്ല. അതുകൊണ്ട് അമേരിക്ക അത് റദ്ദാക്കണം എന്നുള്ള അഭിപ്രായമാണ് ഈ പറയുന്നത്. ഇത് എത്രത്തോളം വിജയിക്കും എന്നതിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളൊന്നുമില്ല. ഏതായിരുന്നാലും ഒരു കാര്യം രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നു, വല്ലാത്ത ഭയപ്പാടിലും വല്ലാത്ത പ്രയാസത്തിലും സങ്കടകരമായിരിക്കുന്ന ഒരു അവസ്ഥയിലുമാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഇസ്രായേൽ മുന്നോട്ട് പോകുന്നത് എന്ന് ചുരുക്കം.